അവിടെ ഇരിക്കവിടെ ഇരിക്കേ. ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം, കണ്ടില്ലേ? അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ, നോക്ക്, കണ്ടില്ലേ? നീ എങ്ങനെ അധികാരം പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക, എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഈ 2 സീറ്റും തരത്തില്ല, അപ്പുറത്തോട്ട് പോയ. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക, ഇതൊക്കെ അല്പത്തരമല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, മൊലാളിയ സ്റ്റേജിൽ അശോക് രാജിന്റെ സീറ്റിന് തൊട്ടടുത്തിരുന്നു. അത് വേണ്ട, അങ്ങേരെ അശോക് രാജിന്റെ മടിയിൽ കയറ്റിയിരുത്താം. എന്താ പോരെ? എന്നിട്ട് സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇത് മലയാളി പൊറുക്കില്ല. മലയാളി പൊറുക്കുന്ന നിലപാടല്ല. എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ? കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. I heartily welcome respected Gautam Adani, our partner. അങ്ങേരെ കൂടി പാർട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി കയറ്റമായിരിക്കും. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ 2ാമത്തെ ആളാരാ? അംബാനിജി. ഈ അംബാനിജി ആരാ? നമ്മുടെ ആളാ. Welcome on behalf of the reception committee. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഉദ്ഘാടന ചടങ്ങിൽ അദാനി പദ്ധതിയിലെ പങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയാണെന്നും ഇത് നയം മാറ്റം ആണെന്നും മോദി പറഞ്ഞു. അവന്റെ കൂടെ കൂടിയാ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ? जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर. നമ്മൾ തങ്ങളിൽ അങ്ങനെയൊന്നും വേണ്ടെന്നേ. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തമെടുത്തി. എടാ, ഒരു മൈക്ക് കിട്ടിയ സ്വയം മറന്ന് കീർവാണം പറയരുത്. एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ വിളിച്ചിട്ടുണ്ടല്ലേ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമ്മേളനം രാഷ്ട്രീയ ബലാബലത്തിനുള്ള വേദിയാക്കി മാറ്റി മുന്നണികൾ. എന്റെ പ്രസിഡന്റ്, ഇങ്ങനൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. നമ്മൾ നോക്കി കളിച്ചില്ലേ, ഇതും അവനങ്ങ് കൊണ്ടുപോവേ. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആർക്കാ? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്റെ പക്ക 5000 എടുത്തിട്ടുള്ളൂ.